അമ്മമാർക്ക് പ്രത്യേകമായ അധികാരമുണ്ട്. ഒരമ്മയുടെ ആശീർവാദം, മകന്റെ മേലുള്ള ആശീർവാദം പിൻവലിക്കുക എളുപ്പമല്ല. ബൈബിൾ പറയുകയാണ്, പുത്രന്മാരുടെ മേൽ അമ്മമാർക്ക് അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ള ഏത് അമ്മയെക്കാളും പരിശുദ്ധയാണ് പരിശുദ്ധ മറിയമെങ്കിൽ ഏറ്റവും പരിശുദ്ധനായ ദൈവസുതനായ പുത്രന്റെ മേലുള്ള ഏറ്റവും അധികമുള്ള അവകാശമുള്ളത് പരിശുദ്ധ മറിയത്തിനാണ്. അതുകൊണ്ടാണ് ഈ അമ്മ പറഞ്ഞാൽ അവന് നിഷേധിക്കുക എളുപ്പമല്ല. പുത്രന്റെ മേൽ ഇത്രമേൽ അവകാശമുള്ള ഒരു അമ്മയുണ്ടോ? ഖാനായിൽ അതുകൊണ്ടാണ് അവൾ പറയുമ്പോൾ ചെയ്യുന്നത്. ഇതാ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സഖിയോൻ മാളികയിൽ അവർ ഒരുമിച്ച് ശിഷ്യന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആകാശ മടക്കുകളെ ഭേദിച്ചിറങ്ങി വരുന്നത് അവൾ നിലവിളിച്ചാൽ കടന്നു വരാതിരിക്കുക സാധ്യമല്ല. ഇതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത്, യേശുവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി തിരുസഭയെ ഒരുക്കാനായി പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തെയാണ് എന്ന് കരങ്ങെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കണം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം സൃഷ്ടി നടത്തിയപ്പോ ആദ്യം സൃഷ്ടിച്ചത് ആദത്തെയാണ്, പിന്നെയാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവസുതനായ ഈശോ ഈ ഭൂമിയിലേക്ക് വരുന്ന നേരത്ത് ദൈവം ഉണ്ടാക്കിയത് ആദ്യം പുതിയ ഹവ്വയായ മറിയത്തെയാണ്. കേൾക്കുക, പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം ആദ്യം സൃഷ്ടിച്ചത് ആദത്തെ, അവന്റെ വാരിയിൽ നിന്ന് ഹവ്വയെ. എന്നാൽ പുതിയ സൃഷ്ടി പുതിയ നിയമത്തിൽ നടക്കുന്ന നേരത്ത് തന്റെ ആത്മപ്രാണനായ പ്രിയസുതനായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയക്കും മുമ്പേ ആദ്യം ഭൂമിയിൽ ജനിപ്പിച്ചത്, ആദ്യം പാപലേശമില്ലാതെ ജനിക്കാൻ ദൈവം അനുവദിച്ചത് ഹവ്വയെയാണ്. അതുകൊണ്ടാണ് പുതിയ ഹവ്വയാണ് മറിയം എന്ന് പറയുന്നത്. പുതിയ ഹവ്വയെ ആദ്യം ഉണ്ടാക്കി, എന്നിട്ട് ആദമായ പുതിയ ആദമായ ഈശോയെ അവരുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. രണ്ടാമത്തെ കാരണം പുത്രന്റെ മേൽ വലിയ അവകാശം അമ്മയ്ക്കുണ്ട്. പുത്രന്റെ മേൽ ഇത്രയും അവകാശമുള്ള ഒരു അമ്മ ഈ ഭൂമിയിൽ ഇല്ലാത്തതിനാൽ ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോ സ്വർഗം ആകാശം തുറന്ന് അവന്റെ ശക്തി നമ്മുടെ മേലായിരിക്കുന്നു. മൂന്നാമത്, യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 19-ാം തിരുവചനം ഇങ്ങനെയാണ്. പീലാത്തോസ് യേശുവിന്റെ മരണശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അവന്റെ കുരിശിന്റെ മുകളിൽ എഴുതി വെക്കേണ്ടത് ഇങ്ങനെയാണ്, യൂദന്മാരുടെ രാജാവായ നസറായനായ യേശു. യൂദന്മാരുടെ രാജാവായ നസറായനായ യേശു. പീലാത്തോസാണ് അത് എഴുതി വെക്കാനുള്ള ഓർഡർ കൊടുക്കുന്നത്. അവർ എഴുതി വെച്ചു. ഉടനെ തന്നെ രാജാവിനെയാണ് കുരിശിൽ തറച്ചതെങ്കിൽ രാജ്ഞി ആരാണ് എന്ന് പരസ്പരം ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അവൻ രാജാവാണ് എങ്കിൽ രാജ്ഞി ആരാണ്? കേൾക്കുക, അവരുടെ ഈശോ രാജാവാണ്, അപ്പോൾ രാജ്ഞി ആരാണ്? രാജ്ഞി ഈശോയുടെ കുരിശിന്റെ താഴെ നിൽക്കുന്ന പരിശുദ്ധ മറിയമാണ്. അതെങ്ങനെയാണ് പരിശുദ്ധ മറിയം രാജ്ഞിയായിട്ട് മാറുന്നത്? കേൾക്കുക, പണ്ട് കാലത്ത് രാജ്ഞിമാരുടെ സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നത് അമ്മമാർക്കാണ്. പൗരസ്ത്യ ദേശത്ത് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഭാഗത്തിലേക്ക് വരാം. പൗരസ്ത്യ ദേശത്ത് ഇതാ അമ്മമാർക്കാണ് രാജ്ഞിയുടെ സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നത്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ഒന്നാമത്തെ കാരണം ഇതാണ്, പൗരസ്ത്യ ദേശത്തെ രാജാക്കന്മാർക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. ഉദാഹരണം, 1 രാജാക്കന്മാരുടെ പുസ്തകം 11:3 സോളമന് ഏതാണ്ട് 700-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ഏതാണ് ഒറിജിനൽ ഭാര്യ എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറിജിനൽ രാജ്ഞി ആരാണ് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്, ആരുടെ പുത്രൻ ഈ രാജാവിന്റെ പിൻഗാമിയാകും എന്നുള്ളത് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ രണ്ട് പ്രശ്നത്തെയും നേരിടാൻ വേണ്ടി പൗരസ്ത്യ ദേശത്ത് അവരെടുത്ത തീരുമാനം എങ്ങനെയാണ്? രാജ്ഞിയുടെ സ്ഥാനം എന്നും അമ്മയ്ക്കായിരിക്കും. നിങ്ങൾ ഓർക്കണം, മലയാളക്കരയിൽ ഈ സമീപകാലത്ത് ഏതാനും നാളുകൾക്ക്
പറഞ്ഞു കേട്ടു. ആ സിനിമയുടെ പേര് രാജമാത എന്നാണെന്ന്. ഈ രാജമാത എന്ന് പറയുന്ന സിനിമ രൂപപ്പെടുത്തിയത് 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാമത്തെ അധ്യായത്തെ അധികരിച്ചുകൊണ്ടാണ്. രാജാവിന്റെ രാജ്ഞി എന്ന് പറയുന്നത് അമ്മയാണ്. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രധാനപ്പെട്ട ദൗത്യമാണ് ഈ അമ്മയ്ക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ദൗത്യം സുഭാഷിതങ്ങളുടെ പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ പറയും. ഒന്നാമത്തെ ദൗത്യം ഇതാണ്: ഭരണകാര്യങ്ങൾ മുഴുവൻ രാജാവിനെ ഉപദേശിക്കുന്നത് അമ്മയാണ്. ഭരണകാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിക്കാനുള്ള ദൗത്യം ഈ രാജമാതയായ അമ്മ രാജ്ഞിക്കാണ്. രണ്ടാമത്, രാജാവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കാനുള്ള ദൗത്യവും ഉള്ളത് ഈ അമ്മയ്ക്കാണ്. സഹോദരങ്ങളെ കേൾക്കുക, രാജമാതയാണ് പരിശുദ്ധ മറിയമെങ്കിൽ, രാജാതിരാജനാണ് കുരിശിൽ കിടക്കുന്നതെങ്കിൽ, രാജ്ഞിയായി അന്ന് കുരിശിന്റെ ചുവട്ടിൽ പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നു. അവൾ രാജ്ഞിയാണ് എങ്കിൽ, അവൾ അമലോത്ഭവ രാജ്ഞിയാണ് എങ്കിൽ, ഈ ദിവസം അമലോത്ഭവ രാജ്ഞിയായ അവളോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ രാജാതിരാജനായ കർത്താവ് അത് കേൾക്കാതിരിക്കുമോ? കരവീഴ്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് അവൾക്കുള്ളത്. ഒന്ന്, ഭരണകാര്യങ്ങളിൽ രാജാവിനെ ഉപദേശിക്കും. രണ്ടാമത്, രാജാവിന്റെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കും. ഇതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നതിനെ കുറിച്ചുള്ള ധാരണ നിങ്ങൾക്ക് ഇല്ലാതെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്: അമ്മേ, അമ്മേ, അമ്മേ എന്ന് വിളിക്കണമെന്ന്. ഇവിടെ ഒരുപാട് അമ്മമാരുണ്ടല്ലോ. പ്രിയപ്പെട്ട അമ്മമാരെ, സംസാരിക്കാൻ പാകമെത്താത്ത, പ്രായമെത്താത്ത ഒരു കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കുന്ന നേരത്ത് കൊച്ചിന്റെ ആവശ്യം അമ്മമാരായി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? നിങ്ങൾ സൈക്കോളജി പഠിച്ചവരൊന്നുമല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? അതായത് മുലകുടി കഴിഞ്ഞ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ആ പ്രായമുള്ള ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് കരയുന്ന നേരത്ത് കൊച്ചിന് വയറുവേദനയാണോ, കൊച്ചിന് ഭക്ഷണം ആവശ്യമുള്ളത് കൊണ്ടാണോ, കൊച്ചു ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ, എന്തിനാണ് ഈ കൊച്ചു കരയുന്നത് എന്ന് കൃത്യമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ നിങ്ങൾക്ക് മനസ്സിലാകാറുണ്ടല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ് ഇപ്പൊ കേൾക്കാൻ പറ്റില്ല, പിന്നെ കേട്ടുകൊള്ളാം. നിങ്ങൾ മനഃശാസ്ത്രം പഠിച്ചവരാണ്, എങ്ങനെയാണ് അത് മനസ്സിലാകുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഒരു കൊച്ചിനെ കുറിച്ചുള്ള കൊച്ചു കരയുന്ന നേരത്ത് എന്തിനു വേണ്ടിയാണ് ആ കുഞ്ഞ് കരയുന്നത് എന്ന് പെറ്റതള്ളക്ക്, പെറ്റമ്മയ്ക്ക് അറിയാമെങ്കിൽ നമ്മൾ അമ്മേ, അമ്മേ എന്ന് വിളിക്കുന്ന നേരത്ത് എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട്. കരയുമെന്ന് പറഞ്ഞത് ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മേ, അമ്മേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്ന നേരത്ത് ഈ അമ്മയ്ക്ക് മനസ്സിലാകും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ അമേരിക്കയിൽ ഷാലോം പേൺ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ടെലിവിഷൻ ചാനൽ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. 1-ാം വർഷം മുതൽ ഞാൻ ആദ്യം മുതൽ അവിടെ ഉണ്ട്. 2 കൊല്ലം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷുകാരുടെ ഇടയിലോ സ്പാനിഷുകാരുടെ ഇടയിലോ ഒന്നും ചെയ്യാൻ കഴിയാതെ ആന്തരികമായി വലിയ വിഷമത്തിലായിരുന്നു ഞാൻ ഓർത്തു, ദൈവമേ, ഈ പഠനമെല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എനിക്ക് അവിടെ ശുശ്രൂഷകളായിട്ട് പോകുന്ന നേരത്ത് ഈ ഇംഗ്ലീഷ് സ്പാനിഷ് ജനതയുടെ മുമ്പിൽ ഒരു ശുശ്രൂഷയും ചെയ്യാനോ അതിനുള്ള ധൈര്യമോ അവരുടെ മേൽ സ്വാധീനം ചെലുത്താനോ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഞാൻ ആകപ്പാടെ വിഷമിച്ചു സഹോദരങ്ങളെ, ആകപ്പാടെ വിഷമിച്ച് ഞാനിങ്ങനെ ഇരിക്കുന്ന നേരത്താണ് പ്രത്യേകിച്ചും അമ്മ മറിയത്തിന്റെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത്. അമ്മ മറിയത്തിന്റെ വിമല ഹൃദയത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നേരത്ത് അമ്മ മറിയം ഒരർത്ഥത്തിൽ എന്റെ മനസ്സിൽ തെളിയിച്ചു തന്ന ഒരു കാര്യമായിരുന്നു, ഒരു ഹീലിംഗ് സർവീസ്, ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷ അവിടെ തുടങ്ങുകയായിരുന്നു. ആ ശുശ്രൂഷയിൽ ആദ്യം പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത് 24 പേരാണ്. അപ്പൊ ആ 24 പേരുടെ മുമ്പിൽ ഒരു കൊച്ചു പ്രാർത്ഥനാ സമൂഹമാണ്. ആ 24 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ കാര്യമായിട്ട് ഇംഗ്ലീഷ് പ്രസംഗിക്കുകയാണ്. ഏതാണ്ട് 25,000 പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് ഞാൻ 24 പേരുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത്. പക്ഷേ തമ്പുരാന്റെ സഹായം കൊണ്ട് 24 പേരുടെ മുഖത്ത് യാതൊരു വ്യത്യാസവുമില്ല. അവർ ചിരിക്കുന്നില്ല, അവർ കരയുന്നില്ല, എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നില്ല, ഒന്നുമില്ല.
ഒരു പ്രത്യേകമായി മരവിച്ച വിധത്തിൽ ഇവരിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് ആകെപ്പാടെ വിഷമമായി. ഞാൻ ഇതിന്റെ ഇടയിൽ എഴുതി ഒരുങ്ങി കൊണ്ടുപോയിരിക്കുന്ന അമേരിക്കക്കാർ പറയുന്ന തമാശ ഉൾപ്പെടെ പറയുന്നത്, പക്ഷെ എന്നിട്ടും കേൾക്കണില്ല, ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് ആകെപ്പാടെ വിഷമമായി. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത്, ഈ 24 പേരിൽ 22 പേര് സ്പാനിഷുകാരായിരുന്നു. ഞാൻ സംസാരിച്ചതാകട്ടെ ഇംഗ്ലീഷിലുമായിരുന്നു. അതുകൊണ്ട് ഇവർക്ക് ആർക്കും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഈ ശുശ്രൂഷ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്ന് അതിൽ 2 സ്ത്രീകൾ പറഞ്ഞു, ഒരാൾക്ക് പാദ്രേ, ഞങ്ങൾക്ക് പാദ്രേ എന്ന് പറയുന്ന പ്രീസ്റ്റാണ്, പാദ്രേ എന്റെ ഉള്ളിൽ, എന്റെ വയറിന്റെ ഉള്ളിൽ ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. ആ ട്യൂമർ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ആ ട്യൂമർ കാണാനില്ല എന്ന് പറഞ്ഞു. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. എന്നിങ്ങനെ നിൽക്കട്ടെ. ആ ചേർത്തി എന്നോട് പറഞ്ഞത് സ്പാനിഷിലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? CC എന്ന് പറഞ്ഞു. എല്ലാവരും CC, എല്ലാവരും സ്പാനിഷ് സ്കോളേഴ്സ് ആയി. CC എന്ന് പറഞ്ഞു. അപ്പൊ അവർ കരുതിയത് എനിക്ക് മനസ്സിലായി എന്നാണ്. സത്യത്തിൽ CC എന്ന് പറയാൻ എനിക്ക് കിട്ടുകയുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞത് തമ്പുരാന്റെ സഹായം എനിക്ക് ഒന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആൾ വന്നുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ സഹോദരി പറഞ്ഞത് അവരുടെ ഉള്ളില് ഒരു ട്യൂമർ ഉണ്ടായി. ആ ട്യൂമർ അന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നേരത്ത് പാദ്രേ അവർ സൗഖ്യപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്ന്. സഹോദരങ്ങളെ, അമ്മേ അമ്മേ എന്ന് നമ്മൾ വിളിക്കുമ്പോ അമ്മ നമുക്ക് വഴികൾ ഒരുക്കി തരും. അമ്മേ അമ്മേ എന്ന് വിളിക്കുമ്പോ നമ്മൾ ഏതെല്ലാം വഴികൾ മുട്ടിക്കിടക്കുന്നുണ്ടോ, സമുദ്രത്തിൽ വഴിയൊരുക്കുന്നവൻ, മരുഭൂമിയിൽ പാതയൊരുക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി വഴിയൊരുക്കി തരും. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചവരെയുള്ള സമയം നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ച് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അമ്മേ 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 എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മേ അമ്മേ എന്ന് പറയുമ്പോ അമ്മയ്ക്ക് കാര്യം പിടികിട്ടും. ചേർന്ന് പറയാം ഹല്ലേലൂയ. നാലാമത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ അമ്മയെ ആദരിക്കുന്നത്? സഹോദരങ്ങളെ, സ്വർഗം എന്ന് പറയുന്നത്, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദത്തിന്റെ ഒരു കൂട്ടായ്മയാണ് സത്യത്തിൽ ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇവിടെ ഇപ്പൊ ദിവികാരനെ യേശു ഇരിക്കുന്ന നേരത്ത് അമ്മയുടെ അടുത്ത് എന്ന് നമ്മൾ അമ്മയെ മുത്തി എന്ന് കരുതിക്കൊണ്ട് ദിവികാരനെ യേശുവിന് അസൂയൊന്നും തോന്നുന്നില്ല. നമ്മളാണെങ്കിൽ അസൂയ തോന്നും. നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, നമ്മളിവിടെ ഉള്ളപ്പോ എന്തിനാണ് അവിടെ പോയി പറഞ്ഞത്? അങ്ങനെ നിങ്ങൾ പറയാറില്ലേ, ഞാൻ ഇവിടെ അപ്പനായിട്ടുള്ളപ്പോ എന്തിനാണ് അമ്മയോട് ചെന്ന് പറഞ്ഞത്? ഞാനിവിടെ വികാരിയായിട്ടിരിക്കുമ്പോ എന്തിനാണ് അസിസ്റ്റന്റ് വികാരിയോട് പറഞ്ഞത്? ഞാനല്ലേ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഞാനിവിടെ ഡയറക്ടർ അച്ഛനായിട്ടിരിക്കുമ്പോ അസിസ്റ്റന്റ് ഡയറക്ടറോട് കാര്യങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പുരുഷ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവരാജ്യത്തില് നമ്മുടെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവർക്കോ പുരുഷ ബുദ്ധിയില്ല. ചേർന്ന് പറഞ്ഞത് ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഉദാഹരണത്തിന് കാനായിൽ കല്യാണ വിരുന്നിന്റെ സമയത്ത് വേണമെങ്കിൽ ഈശോയ്ക്ക് ചോദിക്കാമായിരുന്നു, അമ്മേ നീ എന്റെ അടുത്ത് വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ അവർക്ക് വീഞ്ഞില്ലെങ്കിൽ അവര് വന്ന് എന്റെ അടുത്ത് വന്ന് പറയേണ്ടതല്ല. അവര് വന്ന് എന്റെ അടുത്ത് പറയാതെ നീ നിന്റെ അടുത്താണോ പറയുന്നത്? നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള കഴിവൊന്നുമില്ലല്ലോ, എന്റെ അടുത്തല്ലേ പറയേണ്ടത്. ഇങ്ങനെ നമ്മളാണെങ്കിൽ അങ്ങനെ ചിന്തിക്കും. ഞാനും ഒരു അസിസ്റ്റന്റ് അച്ഛനും കൂടിയാണ് അവിടെ പോകുന്നതെങ്കിൽ അസിസ്റ്റന്റ് അച്ഛൻ്റെ അടുത്ത് എന്നാണ് അവര് വീഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഞാൻ ഉടനെ പറയും, എന്ത് പറയും? ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണോ, നിന്റെ അടുത്താണോ വീഞ്ഞിന്റെ കാര്യം പറയുന്നത്? അത് എന്റെ അടുത്തല്ലേ പറയുന്നത്. നമ്മളത് പറയാൻ കാരണം നമ്മൾ സാധാരണ മനുഷ്യരും പുരുഷ ബുദ്ധി കൂടുതലുള്ളത് കൊണ്ടുമാണ്. എന്നാൽ ദൈവരാജ്യത്തിലാകട്ടെ അങ്ങനെ ഇല്ല. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഗവൺമെന്റ് മദറിനോടല്ല കാര്യം പറഞ്ഞത്, അസിസ്റ്റന്റ് മദറിനോടാണ് പറഞ്ഞത് കരുതുക. എല്ലാ മഠങ്ങളിലും പ്രശ്നം ഉണ്ടാകണമെന്നില്ല. ചില മഠങ്ങളിൽ ആ ഒരു ഈഗോ മതി ഒരുപാട് നേരത്തെ വഴക്കുണ്ടാകാൻ. സഹോദരങ്ങളെ ഓർക്കണം, സഭയിൽ വഴക്കുണ്ടാകുന്നത് ദൈവശാസ്ത്ര പ്രശ്നങ്ങൾ കൊണ്ടല്ല. സഭയിൽ ഭിന്നിപ്പുണ്ടാകുന്നത്, വിവിധങ്ങളായ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് മറ്റൊരു കാരണം കൊണ്ടല്ല.
ലൂസിഫർ ഇറങ്ങി വരുന്നത് കൊണ്ടുമല്ല, മറിച്ച് മനുഷ്യന്റെ ഉള്ളിലുള്ള അഹങ്കാരവും അസൂയകൊണ്ടുമാണ്. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. നല്ല പരിശുദ്ധിയായ അമ്മയ്ക്കാകട്ടെ അതില്ല, ദൈവസുതനായ ഈശോയ്ക്കാകട്ടെ അതില്ല. മറ്റൊരിടത്ത് നമ്മൾ കാണുന്നുണ്ട്, ഈശോ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പ്രസംഗിച്ച് കുറേ സമയമായി. പ്രസംഗിച്ചിങ്ങനെ കുറേ സമയമായി കഴിഞ്ഞപ്പോ ശിഷ്യന്മാർക്കാണ് വിശപ്പ് തുടങ്ങിയത്. അപ്പൊ ശിഷ്യന്മാരിൽ എന്തുകൊണ്ടാണ്, പത്രോസ് എന്തുകൊണ്ടാണ് പറയുന്നത്, ഈശോയുടെ അടുത്തേക്ക് പറയുന്നത്, ഈശോയെ ഇവർ കുറേ നേരമായിട്ട് ഇരിക്കുന്നു, ഇവരെ നീ പറഞ്ഞു വിടണം. ഇവരെ നീ പറഞ്ഞു വിട്ടില്ല എങ്കിൽ സത്യത്തിൽ ഇവർ വിശന്ന് ആകപ്പാടെ വലഞ്ഞു പോകും. അതുകൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. നമ്മളാണെങ്കിൽ എന്ത് ചിന്തിക്കും? നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് വിശപ്പുണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ കാര്യം നേരിട്ടുകൊണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഈശോ അങ്ങനെയല്ല ചിന്തിച്ചത്. ഓക്കെ, പത്രോസാണ് വന്ന് പറഞ്ഞത്, കൊള്ളാം, ഇതുപോലെ തന്നെ ഈ അമ്മയിലേക്ക് വരിക. അമ്മയോട് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് ഈശോയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അവളുടെ ഒരു ബാധ്യതയാണ്. അവളത് നിർബന്ധമായി ചെയ്യും. അമ്മയിലൂടെ യഥാർത്ഥമായ വഴിയിലൂടെ പ്രവേശിക്കാൻ കഴിയാത്ത ചിലർക്ക് ജനാലയിലൂടെ പ്രവേശിക്കാൻ പരിശുദ്ധാത്മാവായ ദൈവം അവസരം കൊടുക്കാറുണ്ട്. ഈ ജനാല എന്ന് പറയുന്നതാണ് ഈ പരിശുദ്ധ മറിയം എന്ന് പറയുന്നത്. ചേർന്ന് പറഞ്ഞത് ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്നോട് ചേർന്ന്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. വളരെ ഉയർത്തിപ്പിടിച്ച്, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ എഴുന്നള്ളി വരണമേ. സഭയിൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ എഴുന്നള്ളി വരണമേ. അമ്മയെ ആദരിച്ചാൽ ഈശോയ്ക്ക് വിഷമം ഉണ്ടാകരുത് മാത്രമല്ല, ഈശോയ്ക്ക് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമതായി, ഇതാ കൃപ നിറഞ്ഞവളാണ് അമ്മ, ഫുൾ ഓഫ് ഗ്രേസ് ആണ് അമ്മ. കൃപ മുഴുവൻ നിറഞ്ഞതുകൊണ്ടാണ് കൃപയുടെ വിതരണക്കാരിയാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയോട് ചേർന്നിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്നതില്ലാത്തൊരു ദൈവകൃപ കാണാനായിട്ട് കഴിയും, എന്നതില്ലാത്തൊരു സമാധാനം, എന്നതില്ലാത്ത ദൈവിക പുണ്യങ്ങളുടെ നിറവ് കാണാനായിട്ട് കഴിയും. രണ്ടാമതായി, പുത്രന്മാരുടെ മേൽ ഏറ്റവും അധികം അവകാശമുള്ളത് അമ്മമാർക്കാണ്. എങ്കിൽ ഏറ്റവും അനുഗ്രഹീതനായ പുത്രൻ ഈശോ ആണ്. ഏറ്റവും അനുഗ്രഹീതയായ അമ്മ മറിയമാണ്. ഈ അമ്മയ്ക്ക് പുത്രനായ യേശുവിന്റെ മേൽ അവകാശമുണ്ടെങ്കിൽ ആ അവകാശത്തിന്റെ മേൽ നമ്മുടെ പ്രാർത്ഥനകളെ അവൾ നമുക്കായി നേടിത്തരും. മൂന്നാമതായി, യൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു. ആരാണ് രാജ്ഞി? രാജ്ഞി പരിശുദ്ധ മറിയമാണ്. രാജ്ഞി പുരുഷന്റെ താഴെയുണ്ട്, രാജാതിരാജൻ പുരുഷന്റെ മുകളിലുമുണ്ട്. നാലാമതായി, അവസാനമായി നമ്മൾ കണ്ടു, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അവിടെ അസൂയയില്ല, അവിടെ അഹങ്കാരമില്ല. ഞാൻ ഒരിക്കലും പ്രസംഗിക്കുന്നതിന് മുമ്പ് അമ്മയെ കുറിച്ച്, അപ്പനെ കുറിച്ച് പ്രസംഗിക്കാൻ യോസേപ്പിതാവിന്റെ വർഷം, യോസേപ്പിതാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് മുമ്പ് എന്റെ മുറിയിലുള്ള അമ്മ മറിയത്തിനോട് ഞാൻ ചെന്ന് ചോദിച്ചു, പുള്ളിയെ കുറിച്ച് എന്താണ് അമ്മയെ ഞാൻ പറയേണ്ടത്? എന്താണ് അമ്മയെ സത്യത്തിൽ നിന്റെ ഭർത്താവായ യൗസേപ്പിനെ കുറിച്ച് പറയേണ്ടത്? യൗസേപ്പിനെ നിനക്കാണല്ലോ കൂടുതൽ പിടിയുള്ളത്. അപ്പൊ അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒന്നും പറയണ്ട, അതുപോലൊരു ഭർത്താവിനെ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടാണ് ഞാനന്ന് ആരംഭിച്ചത്. അമ്മയ്ക്ക് വിരക്ത ഭർത്താവായ യൗസേപ്പിനോട് ആദരവാണ്, യൗസേപ്പിന് അമ്മ മറിയത്തോട് ആദരവാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇവർക്ക് ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയായതുകൊണ്ട് നമ്മൾ പറയുന്ന നേരത്തെ തന്നെ അത് ഈശോയുടെ അടുത്ത് പറയാനും ഈശോയിലൂടെ നമുക്ക് നേടിത്തരുവാനുമായിട്ടും ദൈവം കൃപ ചെയ്യും. ചേർന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമുഖമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമുക്ക് അമ്മ മറിയത്തെ കുറിച്ചുള്ള ഒരു ധ്യാനം നമുക്ക് നടത്തി നമുക്ക് ഒരുമിച്ച് അമ്മയോട് ചേർന്ന് തുടർന്ന് പ്രാർത്ഥിക്കാം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം
1-ാം അധ്യായം 39-ാമത്തെ വചനം എങ്ങനെയാണ് പറയുന്നത്? മറിയം എഴുന്നേറ്റ് യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്രയായി. മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്രയായി. 3 കാര്യങ്ങളാണ് ആ വചനത്തിൽ നമ്മൾ കാണുന്നത്. മറിയം എഴുന്നേറ്റു. മറിയം എഴുന്നേറ്റു. ചേർന്ന് പറഞ്ഞ എല്ലാവരും മറിയം എഴുന്നേറ്റു. രണ്ടാമത് മറിയം തിടുക്കം കൂട്ടി. ചേർന്നത് പറഞ്ഞേ മറിയം തിടുക്കം കൂട്ടി. മൂന്നാമതായി മറിയം യാത്ര തിരിച്ചു. 3 കാര്യങ്ങളാണ് അമ്മ മറിയം ചെയ്യുന്നത്. മറിയം എഴുന്നേറ്റു, മറിയം തിടുക്കം കൂട്ടി, മറിയം യാത്ര ചെയ്തു. സഹോദരങ്ങളെ ഓർക്കുക, ഈശോ ആരിലെല്ലാം വരുന്നുണ്ടോ അവരെല്ലാവരും എഴുന്നേൽക്കും. നമ്മൾ പാപത്തിന്റെ കെട്ടുകളിലാണ് കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. ദാരിദ്ര്യത്തിന്റെ ഏറ്റവും നിറഞ്ഞ ദുഃഖത്തിലാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇപ്പോഴും ഒരു ആത്മീയമായ മന്ദതയിലാണ് നമ്മുടെ ആത്മാവ് കഴിയുന്നതെങ്കിൽ നമ്മൾ എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കിയാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്ന നിർബന്ധമില്ല. നമ്മൾ ഒരു ജനക്കൂട്ടത്തിൽ വന്നിരുന്നാൽ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്ന നിർബന്ധമില്ല. വെർച്വലായി അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കുക, നിങ്ങൾ അലക്ഷ്യമായി എവിടെയെങ്കിലും ഇരുന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എഴുന്നേൽക്കാൻ കഴിയണമെന്നില്ല. ഈശോ വരുന്ന നേരത്താണ് എഴുന്നേൽക്കുന്നത്. ഈശോ ആരുടെ എല്ലാം അടുത്തേക്ക് വരുന്നുണ്ടോ അവർ എഴുന്നേൽക്കും. നമുക്ക് ബൈബിളിലെ ഈശോ ചെന്ന എഴുന്നേൽപ്പിച്ച, ഈശോ വന്നു കഴിഞ്ഞപ്പോ എഴുന്നേൽക്കാൻ അവസരമുണ്ടായ ഏതാനും പേരെ നമുക്കൊന്ന് കാണാം. ആദ്യമായി ക്രിസ്മസിന്റെ തലയാത്രയിൽ ദൂതന്മാർ അയക്കപ്പെട്ടത് ഇടയന്മാരുടെ അടുത്തേക്കാണ്. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു, ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. ഇതാ ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? അവർ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരിക്കലും ഈ ദൂത്, ഈശോ ജനിച്ച ദൂത് അറിയാൻ അവസരം ഉണ്ടാകാൻ ഇടയില്ലാത്തൊരു സമൂഹമാണ് ഈ പറഞ്ഞ ഇടയന്മാരെന്ന് പറയുന്നത്. കാരണം ഏതോ ഒക്കെ മലഞ്ചെരികളിൽ ജോലി ചെയ്യുന്നവരാണ് അവർ. നാളുകളായിട്ട് ആളുകളെ മേയ്ക്കുന്നതാണ്. അവരുടെ അടുത്തേക്ക് ആരാണ് ദൂതുമായിട്ട് ചെല്ലുന്നത്? ഒരുപക്ഷെ സിറ്റികളിലാണ് വിശേഷങ്ങൾ പെട്ടെന്ന് അറിയുന്നത്, ഇങ്ങനെയുള്ള വാർത്തകൾ പെട്ടെന്ന് അറിയുന്നത്. അന്ന് ചാനലുകളോ പത്രങ്ങളോ ഇല്ലാത്ത സമയങ്ങളിൽ പൊതുവെ ഏതെങ്കിലും സിറ്റിയുടെ കവലയിൽ ചെന്ന് ആളുകൾ ഇങ്ങനെ പ്രധാനത്തിൽ വിളിച്ചു പറയും തലേ ദിവസമുണ്ടായ വാർത്തകൾ. പക്ഷെ ഒരിക്കലും ഈ മലഞ്ചെരികളിൽ ചെന്ന് ഈ വാർത്ത ആരും വിളിച്ചു പറയാനായിട്ട് ഇടയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഇങ്ങനെ തീരുമാനിച്ചു, ഏകസുതനായ ഈശോയെ ഭൂമിയിലേക്ക് അയക്കുന്ന നേരത്ത് ഈ ദൂത് ആദ്യം കേൾക്കേണ്ടത് ഈ ഇടയന്മാരാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, ദുഃഖത്തിൽ കഴിയുന്നവർ, എല്ലാ കാലത്തും സങ്കടത്തിൽ കഴിയുന്നവർ, ഇവരിലേക്കാണ് കർത്താവിന്റെ ദൂത് ആദ്യം ചെന്നത്. ഇന്ന് ഈ കേൾക്കുന്നവരിൽ നിരന്തരം സങ്കടമുള്ളവരാണോ? പ്രിയപ്പെട്ട അമ്മമാരെ, അപ്പന്മാരെ നിങ്ങൾ ഓർക്കണം, നിരന്തരം ദുഃഖിക്കുന്നവർക്ക്, നിരന്തരം തലതാഴ്ത്തി കഴിയുന്നവർക്ക് കർത്താവിന്റെ ദർശനം കാണുക എളുപ്പമല്ല. അധികമായ ദുഃഖം നമ്മളെ തളർത്തിക്കളയും. അതുകൊണ്ടാണ് യോഹന്നാൻ 16:20 ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ദുഃഖം ഞാൻ സന്തോഷമാക്കി മാറ്റും. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ദുഃഖമുണ്ടാകാം, പക്ഷേ ഈശോ വരുന്ന നേരത്താണ് ദുഃഖം മാറുന്നത്. ചിലർ പ്രാർത്ഥിക്കുന്നത് മക്കള് കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, മക്കള് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിരന്തരം ഈ അമേരിക്കയിലെ യൂറോപ്പിലുള്ള മക്കളെ കണ്ടുകൊണ്ടാണ് വരുന്നത്. ഞാനൊരു വിശേഷം പറയാം, എന്നിട്ട് ഈ വചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ നാളുകളായി ആ ചേച്ചി പോയി എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? മോൻ ജർമ്മനിയിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോൻ ജർമ്മനിയിൽ പോയി ജോലി കിട്ടാനുള്ള വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചേച്ചി നിരന്തരം പ്രാർത്ഥിച്ച് ഈശോ അത് കേട്ടു. ഈശോ മറുപടി കൊടുത്തു. ആ ചേച്ചിയുടെ മോനെ ഞാൻ കണ്ടു, ജർമ്മനിയിൽ വെച്ച് കണ്ടു. അപ്പോഴാണ് മനസ്സിലാകുന്നത്
അവന്റെ വിസയ്ക്ക് അവിടെ ചെന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി. വിസ 1 വർഷം മാത്രമേ കിട്ടിയുള്ളൂ. 2ാം വർഷത്തേക്ക് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ല, നീട്ടി കൊടുത്തില്ല. അപ്പോഴാണ് അവിടെയുള്ള ഒരു ജർമ്മൻകാരൻ, ഒരു വെള്ളക്കാരൻ ഇവരോട് പറഞ്ഞു, ഞാൻ വിസ നീട്ടി തരാനുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒറ്റ കാര്യം നീ ചെയ്താൽ മതി, നീ എന്നെ കല്യാണം കഴിക്കണം. പുരുഷനാണ്, നീ എന്നെ കല്യാണം കഴിക്കണം. നീ എന്നെ കല്യാണം കഴിക്കാമെങ്കിൽ ഞാൻ നിനക്ക് വിസ നീട്ടി തരാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. ഇവരെന്ത് ചെയ്തെന്നറിയാമോ? അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അവൻ ഇവനെ ഗേ മാരേജ്, സുഹൃത്ത വിവാഹം അനുവദിക്കപ്പെട്ട നാടായതുകൊണ്ട് അവർ സിവിലായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്തു. ഈ അമ്മയെ ഞാൻ പിന്നെ കണ്ടു. ഈ അമ്മ പറയുകയാണ്, ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാണ് ഞാൻ അവനെ ജർമ്മനിൽ വിട്ടത്. എന്റെ പ്രിയപ്പെട്ട അമ്മമാരെ, ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ നിരന്തരം യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരുപാട് ചെറുപ്പക്കാരെയും വലിയവരെയും നിരന്തരം കാണുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ഓർക്കണം, ദൈവഹിതം നിറവേറ്റാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. കരവേണ്ടി പറഞ്ഞ സാധനങ്ങൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി. പക്ഷേ ദൈവഹിതം നിറവേറാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത്. ദൈവഹിതമല്ല എങ്കിൽ അവൻ പോകാൻ ദൈവമേ അനുവദിക്കരുതേ എന്ന് കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചേർത്ത് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ പിന്നീട് പോകാം. പിന്നെ ആദ്യമായി വാർത്ത കിട്ടുന്നത് ഇടയന്മാർക്കാണ്. ഒരിക്കലും ആ വാർത്ത ചെന്നുപെടാൻ ഇടയില്ലാത്ത ഇടങ്ങളിലേക്ക് അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട്. അവരെപ്പോഴും ചിന്തിക്കുന്നത് എങ്ങനെയാണ് ഈ ആടുകളെ മാത്രം നോക്കി. പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായി ആളുകൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ആടുകളെയാണ് ഈ ഇടയന്മാർ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഒരു രാത്രിയിൽ അവർ കേൾക്കുന്നത്, യഥാർത്ഥ കുഞ്ഞാട്, യഥാർത്ഥ ബലിയാട്, പാപമില്ലാത്ത കുഞ്ഞാട്, ലോകത്തിന്റെ പാപം മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് പിറന്നു എന്ന വാർത്തയുമായിട്ടാണ് ഗബ്രിയേൽ ദൂതൻ അവിടെ ചെല്ലുന്നത്. ഉടനെ തന്നെ ബൈബിൾ എഴുതി, അവർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. ദുഃഖങ്ങളൊക്കെ സന്തോഷമായിട്ട് മാറുന്നത് പൈസ കിട്ടുമ്പോൾ മാത്രമല്ല, വിസയുണ്ടാകുമ്പോൾ മാത്രമല്ല, വിദേശ രാജ്യം കാണുമ്പോൾ മാത്രമല്ല, മറിച്ച് ആത്യന്തികമായി ദുഃഖം സന്തോഷമായി മാറണമെങ്കിൽ ഈശോ വരണം. കരയുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഈശോ വരാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുക, അമ്മമാരെ, എന്റെ മോന് ഈശോ ഇല്ലെങ്കിൽ, ഈശോ ഇല്ലാത്ത ഇടത്തേക്ക് എന്റെ മോൻ പോകണ്ട. കുടിയേറാൻ വേണ്ടി, മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി ഒരുപാട് ദാഹിച്ച് കണ്ണീരൊഴുക്കി. കുടിയേറി കഴിഞ്ഞ് മറ്റൊരു ദേശത്ത് വന്നു കെട്ടി കഴിഞ്ഞപ്പോ ഇപ്പോ അവൻ പോയെന്ന് ഓർത്തുകൊണ്ട് ദുഃഖിക്കുന്ന അമ്മമാരെ ഞാൻ കാണാറുണ്ട്. എന്താണ് പ്രശ്നം? നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാൻ പൈസ മാത്രം പോരാ. നമ്മുടെ ദുഃഖം സന്തോഷമായി മാറാൻ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്താൽ മാത്രം പോരാ. ആത്യന്തികമായി നമുക്ക് വേണ്ടത്, നമുക്ക് ബേത്ലഹേം വരെ പോകണം, നമുക്ക് ഈശോയെ കാണണം. ഇതാ ഇടയന്മാർ എഴുന്നേറ്റു. ഇടയന്മാർ എഴുന്നേറ്റ് അവിടെ ചെന്നു, ഈശോയെ കണ്ടു, ഈശോയെ വണങ്ങി, അത്യുത്സാഹത്തോടെ, അതിസന്തോഷത്തോടെ. ലൂക്കാസ് സുവിശേഷകൻ 2-ാം അധ്യായം പറയും, വലിയ സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. യോഹന്നാൻ 16:20 ദുഃഖം സന്തോഷമായി മാറാൻ ഈശോ വരണം. വളരെ ഉയർത്തി ഹല്ലേലൂയ. രണ്ടാമത്, എഴുന്നേറ്റവർ ജ്ഞാനികളാണ്. ഒരിക്കലും ഒരുപാട് അന്വേഷിച്ച് പോകുന്നവരാണ്. ഈ കൂട്ടത്തിലുണ്ടായിരിക്കാം ഒരുപാട് ചെറുപ്പക്കാർ. അവർ അവിശ്വസിക്കുന്നത് കൊണ്ടല്ല, നമുക്ക് ചില കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇത്രയും ശബ്ദത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും ഞങ്ങൾ തൊഴിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഈ പറയുന്നതിന് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ സംശയത്തിന്റെ ദുരാത്മാവ് ഒരുപാട് ചെറുപ്പക്കാരെ വലയം ചെയ്യും. പ്രിയമുള്ളവരെ, സംശയിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളെ പോലെ ഒരു അന്വേഷണം നടത്തിയ ഒരു സമൂഹമുണ്ട് ബൈബിളിൽ. അവരാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ ജ്ഞാനികൾ എന്ന് പറയുന്നത്. അവരിങ്ങനെ അന്വേഷിക്കുകയാണ്, എവിടെയാണ് സത്യം, എവിടെയാണ് ഈ ജ്ഞാനത്തിന്റെ ഉറവിടമായ സത്യം ഇരിക്കുന്നത്, എവിടേക്കാണ് ഞങ്ങൾ പോകേണ്ടത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് നക്ഷത്രങ്ങൾ പരിചയമുള്ള ഇവർ
യഥാർത്ഥ നക്ഷത്രമായ ക്രിസ്തുവിനെ കാണുകയാണ്. ആ നക്ഷത്രം ക്രിസ്മസിന്റെ രാത്രിയിൽ അവരുടെ തലയിൽ മുകളിൽ തെളിഞ്ഞു വന്നപ്പോ നമുക്കൊരു കാര്യം പിടികിട്ടി. ഇത്രയും കാലം ഞങ്ങൾ കാണാത്ത ഒരു നക്ഷത്രമാണ് ആ ആകാശത്ത് ഞങ്ങൾ കണ്ടത്. ആ നക്ഷത്രത്തിന്റെ പിറകെ പോകാൻ അവർ എഴുന്നേറ്റു. പതുക്കെ പതുക്കെ ബേത്ലഹേമിലേക്ക് ചെന്നു, കാലിത്തൊഴുത്തിലേക്ക് ചെന്നു. അവരുടെ കാഴ്ചകൾ അർപ്പിച്ചു. അവരുടെ ജീവിതം തന്നെ സമർപ്പിക്കുന്നതിന് അടയാളമാണ് ഈ കാഴ്ചകൾ അർപ്പിച്ചത്. ഈ കാഴ്ചകൾ അർപ്പിച്ച് ഉണ്ണിയെ ആരാധിച്ച് അവർ ഭവനത്തിലേക്ക് മടങ്ങി. അവർ എഴുന്നേറ്റു. ഏതെല്ലാം തെറ്റായ ആശയങ്ങളുടെ പുറകെ മനുഷ്യർ പോകുന്നുണ്ടോ, തെറ്റായ സിദ്ധാന്തങ്ങളുടെ പുറകെ പോകുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം നമുക്ക് മോചനം കിട്ടാൻ യേശു വരണം. സഹോദരങ്ങളെ, ഒരറിവിനും നമ്മളെ വിടിവിക്കാനുള്ള ശക്തിയില്ല. മറിച്ച് നമ്മളെ വിടിവിക്കാനുള്ള ശക്തിയുള്ളത് കർത്താവായ യേശുവിന് മാത്രമാണ്. ഹല്ലേലൂയ. ട്രൂത്താണ്, സത്യമാണ് നമ്മളെ വിടിവിക്കുന്നത്. മറ്റൊന്നിനും നമ്മളെ വിടിവിക്കാനുള്ള ശക്തിയില്ല. സത്യം എന്ന് പറയുന്നതാണ് അന്ന് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നത്. അവർ എഴുന്നേറ്റു. മൂന്നാമത് ഇതുപോലെ ദൈവത്തെ കുറിച്ച് ചിന്തിച്ച് എഴുന്നേറ്റ ആളാണ് ലൂക്കായുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിലെ ദൂതനായ പുത്രൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ കഥ, ആ സംഭവം പരിചയമുള്ളതാണല്ലോ. 2 മക്കളാണ്. നല്ല അപ്പനാണ് ഉള്ളത്. 2 മക്കൾ എല്ലാം കൊടുത്തിട്ടും ഒരെണ്ണം തലതിരിഞ്ഞു പോയി. ഒരു ദിവസം അവൻ ഇറങ്ങിപ്പോയി. അവൻ എന്തില്ലാഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ചിലപ്പോൾ മക്കളെ കുറിച്ച് നമ്മൾ പറയാറില്ലേ, ഇവർ എന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്, എന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? സത്യത്തിൽ ദൂതനായ പുത്രന് എന്തില്ലാഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്? ഒറ്റ ഇല്ലാതെ പോയുള്ളൂ. അവന്റെ ബോധം പോയി. ചില നേരത്ത് നമ്മുടെ പിള്ളേരുടെ ബോധം പോകും. അവർ പഠിച്ചിട്ടുണ്ട്, അവർ ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു ബോധമില്ലായ്മ, ഒരു ബോധക്കേട് അവൻ ചെയ്യും. ഇതുപോലെ തന്നെ ദൂതനായ പുത്രൻ അന്ന് ഒരു ബോധക്കേട് ചെയ്തു. ബൈബിൾ പ്രത്യേകം പറയുന്നുണ്ട്, ഇവൻ ഇളയ പുത്രനാണ്. നമുക്കറിയാം, സാധാരണയായി ഈ ദേശത്തും പൗരസ്ത്യ ദേശത്തും എല്ലാം ഇളയ മക്കളോട് മാതാപിതാക്കൾക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാകും. എങ്കിൽ ഈ ഇളയ പുത്രനോടും പ്രത്യേകമായ സ്നേഹം ഈ പപ്പയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഉണ്ടെങ്കിലും ബോധം മറഞ്ഞ ഒരു സമയം അവൻ പറഞ്ഞ് സ്വത്ത് വേണമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോയി. അവരെല്ലാം ദുർവ്യയം ചെയ്തു. ബൈബിൾ പറയുകയാണ്, എല്ലാം ദുർവ്യയം ചെയ്തു കഴിഞ്ഞപ്പോ ആ ദേശത്ത് കഠിനമായൊരു ക്ഷാമം ഉണ്ടായി. പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടിയില്ല. ഇങ്ങനെ പന്നിക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും കിട്ടാതെ അവൻ വലഞ്ഞിരിക്കുന്ന രാത്രിയിലാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് അവനെ വിട്ടുപോയ ആ ബോധം അവനിലേക്ക് മടങ്ങി വരുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവനിൽ സുബോധം വന്നത്. അവനവന്റെ പപ്പയെ കുറിച്ച് ചിന്തിക്കുകയാണ്. ബൈബിൾ എഴുതി തുടർന്ന് അവൻ എഴുന്നേറ്റു. അവൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വർഷങ്ങളായോ നാളുകളായോ ഉപസാരത്തിൽ അറ്റൻഡ് ചെയ്യാത്തവർ, പോകാത്തവർ, ആ ഉദാശ സ്വീകരിക്കാൻ അതിൽ നിന്ന് അകലം സൂക്ഷിച്ചിട്ടവരാണ് ഈ ശുശ്രൂഷയുടെ പങ്കുകാരാകുന്നതെങ്കിൽ എഴുന്നേൽക്കുക. ഹൃദയം കൊണ്ട് എഴുന്നേൽക്കണം, ശരീരം കൊണ്ട് എഴുന്നേൽക്കണം. എന്തിനാണ് എഴുന്നേൽക്കണം? അപ്പൻ കാത്തിരിപ്പുണ്ട്. കുമ്പസാര കൂടിൽ അപ്പൻ കാത്തിരിപ്പുണ്ട്. വിചാരണയുടെ കൂടല്ല കുമ്പസാരക്കൂട്. ഏറ്റു പറയുന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തിരുസഭ വൈദികനെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. വൈദികൻ വലിയ അധികാരിയായതുകൊണ്ടല്ല, മറിച്ച് ഒരു ഉദാശമായി കർമ്മം ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാളുകളായി കൺഫെഷനിൽ നിന്ന് കുമ്പസാരത്തിൽ അകന്നു കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് നീ എങ്കിൽ, ചെറുപ്പക്കാരിയാണ് നീ എങ്കിൽ, എഴുന്നേൽക്കുക. ആത്മാവിൽ എഴുന്നേൽക്കുക. പിതാവ് കാത്തിരിപ്പുണ്ട്. കരമേറ്റെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എഴുന്നേറ്റു. അപ്പന്റെ അടുത്തേക്ക് ചെന്നു. കുമ്പസാര കൂടാണത്. അപ്പനെതിരെ, സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു. ഇത് പറയാൻ അവൻ പരിശീലിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുന്നത്. അവൻ അത് പറയാൻ പരിശീലിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. സങ്കട കടലമായിട്ടാണ് അവൻ ചെല്ലുന്നത്. പക്ഷേ അത് പറയും മുമ്പേ തന്നെ അവന്റെ പപ്പ
ഓടി ഇറങ്ങി വന്ന് അവന്റെ നെറ്റിത്തടത്തിലും അവന്റെ മാറിലുമെല്ലാം അവന്റെ കവിളിലുമെല്ലാം ചുപ്പിച്ച് അവനെ ചേർത്ത് വെച്ചു. എന്നിട്ട് ബൈബിൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി പറയുന്നത് കേൾക്കുക. അവന് പുതിയ വസ്ത്രം കൊടുത്തു, അവന് മോതിരം കൊടുത്തു, അവന് ചെരുപ്പ് കൊടുത്തു. സഹോദരങ്ങളെ ഓർക്കുക, ഈ പന്നിക്കൂട്ടി കിടന്നവൻ തിരിച്ചു വരുമ്പോ അവന് കൊടുക്കേണ്ടിയിരുന്നത് എന്താണ്? നമ്മളാണെങ്കിൽ എന്ത് കൊടുക്കും? തോർത്ത് കൊണ്ട് സോപ്പ് കൊടുക്കും, കുളി കൊണ്ട് സോപ്പ് കൊടുക്കും. ബോധമുള്ള ആരും അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ മടങ്ങി വന്നപ്പോ പുതുവസ്ത്രം, മേൽത്തരം വസ്ത്രം, റോബ് എന്നാണ് ഇംഗ്ലീഷിൽ, മേൽത്തരം വസ്ത്രം. 2, അവന് മോതിരം. ഈ പന്നിക്കുഴിയിൽ നിന്ന് വന്നവന് മോതിരമാണ് കൊടുക്കേണ്ടത്. 3, ഒന്നാമത്തെ ഷൂ, പോളിഷ് ചെയ്ത ഷൂ, ഇതാണ് കൊടുക്കേണ്ടത്. ചിന്തിക്കണം, അതിനൊരു അർത്ഥമുണ്ട്. വിശുദ്ധനായ അംബ്രോസ് പുണ്യാളനാണ് അതിനുള്ള വ്യാഖ്യാനം പറയുന്നത്. അവന് പുതുവസ്ത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, മോനെ നിനക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ട്, മോനെ നീ മോനാണ്, നീ എന്റെ മോനാണ്, അതുകൊണ്ട് മോനൊരു മാനവിയുണ്ട് എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് അവന് ഈ പുതുവസ്ത്രം കൊടുത്തത്. കാരണം മേൽത്തരം വസ്ത്രം വേലക്കാര് ധരിക്കാറില്ല, മക്കള് മാത്രമേ ധരിക്കാറുള്ളൂ. ഇപ്പോൾ പോലും ചില ജയിലുകളിൽ ഷർട്ടിട്ട് മേലധികാരുടെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ അന്ന് സ്ലേവ്സിന്, അടിമകൾക്ക് ഒരിക്കലും മേൽത്തരം വസ്ത്രം ധരിക്കാൻ പറ്റില്ല, മക്കൾക്കേ പറ്റൂ. അതുകൊണ്ട് അവന് മേൽത്തരം വസ്ത്രം കൊടുത്തുകൊണ്ട് പറയുകയാണ്, നീ ദാസനല്ല, നീ മോനാണ്, നീ മോനാണ്. 2, അവന് മോതിരം കൊടുത്തു. എന്താണ് പറയുന്നത്? മോനെ നിനക്ക് അധികാരമുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 41:42 ഫറവോ ജോസഫിന്റെ കൈകളിൽ മോതിരം ധരിപ്പിച്ചുകൊണ്ട് അധികാരം കൈമാറുന്നത്. അതുപോലെ തന്നെ ദൂതനായ പുത്രൻ എല്ലാം നശിപ്പിച്ചു മടങ്ങി വരുന്ന നേരത്ത് അവന്റെ കൈകളിൽ മോതിരം കൊടുത്തുകൊണ്ട് പറയുകയാണ്, മോനെ നിനക്ക് അധികാരമുണ്ട്, അധികാരമുണ്ട്. 3, അവന്റെ കാലിൽ ഷൂ ധരിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോനെ നിനക്കൊരു ദൗത്യം പൂർത്തിയാക്കാനുണ്ട്, ഒരു ദൗത്യം. എന്നിട്ട് വിശുദ്ധനായ അംബ്രോസ് പുണ്യവാളൻ ഈ കഥയുടെ ഈ ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഒരു 2-ാം ഭാഗം വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്. അന്ന് രാത്രിയിൽ കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ഭക്ഷണം ഒരുക്കിയപ്പോ എല്ലാവരും ഭക്ഷണം കഴിച്ചു. പക്ഷേ ധൂർത്ത പുത്രൻ മാത്രം അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. എന്റെ വ്യാഖ്യാനമല്ല, വിശുദ്ധ അംബ്രോസിന്റെ വ്യാഖ്യാനമാണ്. ധൂർത്ത പുത്രൻ മാത്രം ഭക്ഷണം കഴിച്ചില്ല. ഇങ്ങനെ നോക്കുമ്പോ പപ്പ, ആ വീട്ടിലെ പപ്പ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോ ധൂർത്തനായ പുത്രനാണ്. അവന് കഴിക്കാൻ പറ്റണില്ല, അവന് കഴിക്കാൻ പറ്റണില്ല. എങ്ങനെ കഴിക്കാൻ പറ്റും? അവൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? പപ്പ എനിക്ക് എങ്ങനെ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റും? കാരണം ഞാൻ എന്റെ കുറവുകൾ ഏറ്റു പറയും മുമ്പേ തന്നെ പാപങ്ങളെല്ലാം മോചിച്ച്, കുറവുകളെല്ലാം മോചിച്ച് നീ എനിക്ക് എന്നെ ചേർത്ത് പിടിച്ചില്ലേ? നീ എനിക്ക് പുതിയ വസ്ത്രം തന്നില്ലേ, മോതിരം തന്നില്ലേ, ഷൂ തന്നില്ലേ? സ്നേഹമാണ് മനുഷ്യരെ കരയിപ്പിക്കുന്നത്, കുറ്റബോധമല്ല. കരമുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് നിറയണം. ദൈവമേ, ഇന്ന് ഈ അമ്മ മറിയത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഒരു സ്നേഹത്തിന്റെ അഭിഷേകം അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹം കിട്ടാത്ത എല്ലാവർക്കും അധികമായ സ്നേഹം കൊടുക്കണമേ. ദൂർത്തനായ പുത്രൻ സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ട് അവന് കരയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ഏന്തി കരയുകയാണ്. പിറ്റേ ദിവസമായി ഈ ദൂർത്തനായ പുത്രൻ അപ്പന്റെ അടുത്തേക്ക് ചെന്നു. അപ്പന്റെ അടുത്ത് എന്നോട് പറഞ്ഞു, അപ്പ എനിക്ക് അതേ പന്നിക്കൂട്ടിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോകണം. പിറ്റേ ദിവസം അനുവാദത്തോടുകൂടി അവൻ പന്നിക്കൂട്ടി പോവുകയാണ്. എന്തിനാണ് പന്നിക്കൂട്ടി പോയെന്നറിയാമോ? അവിടെ ഇതുപോലെ അപ്പന്മാരെ ഉപേക്ഷിച്ച്, സ്വന്തം ഭവനം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്. അവരോട് എല്ലാവരോടും അവന് സുവിശേഷം പ്രസംഗിക്കണം. അവരോട് പറയണം, ഇതാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പപ്പ കാത്തിരിപ്പുണ്ട്. ഇത് പറയാൻ വേണ്ടി ദൂർത്തപുത്രൻ പോകണം. ഞാൻ ഇങ്ങനെ ഒരു ഇമാജിനേഷൻ കൊണ്ടുവരികയാണ്, ഒരു ചിന്ത കൊണ്ടുവരികയാണ്. മിക്കവാറും നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലം നോക്കിയാൽ അന്ന് ഇങ്ങനെ ഒരു ബാനർ ഉയർന്നിട്ടുണ്ടാകും. ജെറുസലേം കൺവെൻഷൻ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു ബാനർ, വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും നയിക്കുന്നത് മുടിയനായ പുത്രൻ, മടങ്ങി വന്ന മുടിയനായ പുത്രൻ, നയിക്കുന്നത് തിരിച്ചു വന്ന ദൂർത്തപുത്രൻ. അവരെല്ലാവരും ഒരുമിച്ച് കൂടി അവരോട് പറഞ്ഞു,
നിങ്ങളെ പോലെ ഒരു ദൂതനായ പുത്രനായിരുന്നു ഞാൻ. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞാൻ നോക്കുമ്പോ എന്റെ അപ്പന്റെ സ്നേഹം എന്നെ സന്ദർശിച്ചു. എന്റെ അപ്പനെ കുറിച്ച് ഞാൻ ഓർത്തു. ഞാൻ ഈ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റു. അതുപോലെ തന്നെ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ എഴുന്നേൽക്കണം, നിങ്ങൾ എഴുന്നേൽക്കണം. ധൂർത്തപുത്രന്റെ പ്രസംഗം കേട്ടപ്പോ, അവന്റെ ടെസ്റ്റ് മണി കേട്ടി കഴിഞ്ഞപ്പോ ഇവർക്ക് പിന്നെ ഇരിക്കാൻ പറ്റണില്ല. അന്ന് പന്നിക്കൂട്ടിൽ അപ്പന്മാരെ ഉപേക്ഷിച്ച് ഭവനം വിട്ടിറങ്ങിയ മക്കളൊക്കെ എഴുന്നേറ്റ് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഹല്ലേലൂയ. എന്നാണ് സെയിന്റ് അംബ്രോസ് പറയുന്നത്. എഴുന്നേൽക്കണം, എഴുന്നേൽക്കണം. ഈശോ വരുന്ന നേരത്ത് നമുക്ക് എഴുന്നേൽക്കാനായിട്ട് കഴിയും. ഏറ്റവും ഒടുക്കം എഴുന്നേറ്റത് മറിയം. മറിയം പാപത്തിൽ നിന്നല്ല എഴുന്നേറ്റത്. അവൾ വലിയൊരു ധ്യാനത്തിലായിരുന്നു. 14 വയസ്സ് പ്രായമുള്ള അവൾ ജെറുസലേം ദേവാലയത്തോട് ചേർന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥനയിലായിരിക്കുന്ന നേരത്താണ് ലൂക്കാ 1:28 ഗബ്രിയേൽ ദൂതൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, ഇതാ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ബൈബിൾ എഴുതി. അവൾ എഴുന്നേറ്റു, അവൾ എഴുന്നേറ്റു, അവളെ ധ്യാനത്തിൽ നിന്ന് എഴുന്നേറ്റു. തിടുക്കത്തിൽ തുടർന്ന് പിന്നീട് അവൾ യാത്രയാവാൻ പോവുകയാണ് സക്കറിയായുടെയും എലിസബത്തിന്റെയും ഭവനത്തിലേക്ക്. അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാം. നമുക്കും ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ദുഃഖത്തിന്റെ ഭാരത്തിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. പാപത്തിൽ ചടഞ്ഞു കിടക്കുന്ന മാനസിക അവസ്ഥയിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. ദൈവമേ, അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റാൻ എന്നെ യോഗ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. ഈശോ ഇല്ല എങ്കിൽ എന്റെ മകനെ ഒരിക്കലും പുറം രാജ്യത്തേക്ക് പറഞ്ഞു വിടരുത് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. ഈശോ ഉണ്ട് എങ്കിൽ എന്റെ മകനെ തീർച്ചയായും ആ ഈശോയുടെ സാന്നിധ്യത്തോടെ എന്റെ മകനെ, എന്റെ മക്കളെ സെറ്റിൽ ചെയ്യാൻ അവിടെ നിന്ന് അയക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേൽക്കണം. കണ്ണുനീരിന്റെ കാരണങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. മരവിച്ച മാനസികമായ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കണം. തെറ്റായ ബന്ധങ്ങളിൽ കഴിയുന്നവർ എഴുന്നേൽക്കണം. അഡിക്ഷൻസിൽ കഴിയുന്നവർ എഴുന്നേൽക്കണം. ഈ മധ്യാഹ്നത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഈ സമയം പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. കണ്ണുകൾ അടച്ച് കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ മറിയം എഴുന്നേറ്റതുപോലെ, ദൂതനായ പുത്രനെ സ്വർഗപിതാവ് എഴുന്നേൽപ്പിച്ചതുപോലെ, കുളക്കരയിൽ കഴിഞ്ഞവനെ കർത്താവിന്റെ സാന്നിധ്യം എഴുന്നേൽപ്പിച്ചതുപോലെ, ദൂതന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോ, വാക്കുകൾ കേട്ടപ്പോ ഇടയന്മാർ എഴുന്നേറ്റതുപോലെ, സ്വർഗം തുറന്നപ്പോ ജ്ഞാനികൾ എഴുന്നേറ്റതുപോലെ, നക്ഷത്രം കണ്ട് ജ്ഞാനികൾ എഴുന്നേറ്റ് യാത്രയായതുപോലെ, കർത്താവെ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ മരവിച്ച ജീവിതാവസ്ഥയിൽ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവ് പറ്റിപ്പോയ അവസ്ഥയിൽ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. സ്നേഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദിയോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ ഞങ്ങളെ സന്ദർശിക്കാൻ വരിക. ആത്മാവേ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവേ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ആത്മാവേ ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. ദുഃഖഭാരത്തിൽ കഴിയുന്നവർ എഴുന്നേൽപ്പിക്കണമേ. തകർന്നു പോയവർ മനസ്സുകളെ എഴുന്നേൽപ്പിക്കണമേ. ഹൃദയത്തിൽ സ്നേഹം പറ്റിപ്പോയവരെ എഴുന്നേൽപ്പിക്കണമേ. കർത്താവിന്റെ ആത്മാവിനെ ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ദൈവമേ നന്ദി, കർത്താവേ നന്ദി, കർത്താവേ ഹല്ലേലൂയ. പ്രത്യാശ കൈവിടലേ മനമേ, പ്രത്യാശ കൈവിടലേ. കർത്താവേ പിടിച്ചുകൊണ്ട് പ്രത്യാശ കൈവിടലേ മനമേ, പ്രത്യാശ കൈവിടലേ. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ, പതറാതെ മുന്നേറുക. തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ,
കൈവിടല്ലേ തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ പതറാതെ മുന്നേറുക തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ പതറാതെ അടച്ച് നമ്മുടെ നിരാശയുടെ എല്ലാ കാരണങ്ങളും കർത്താവിലേക്ക് നമുക്ക് കൊടുക്കാം. നിരാശയുടെയും കണ്ണുനീരിന്റെയും എല്ലാ കാരണങ്ങളും കർത്താവിലേക്ക് നിങ്ങൾ കൊടുക്കുക. ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധയായ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ എല്ലാം ഈ സമയം കർത്താവിന്റെ കൈകളിലേക്ക് കൊടുക്കുക. അതെ, അവളോട് പറഞ്ഞാൽ അവൾ അത് കർത്താവിന്റെ കാതുകളിൽ കേൾപ്പിക്കാൻ എപ്പോഴും അവസരം ഒരുക്കുന്ന അമ്മയാണ്. അമ്മേ, പ്രത്യാശയുടെ മാതാവേ, പ്രത്യാശ നഷ്ടപ്പെട്ട ഈ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ കഴിയുന്നുണ്ട് എങ്കിൽ അവരുടെ കണ്ണുനീരിന്റെ കാരണങ്ങളിലേക്ക് അമ്മ നീ കടന്നു വരണമേ. ആത്മീയ ജീവിതം ഉണങ്ങി വരണ്ടു പോയിട്ടുണ്ട് എങ്കിൽ പ്രത്യാശയെ അവരെ ഉണർത്തണമേ അമ്മേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ, സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ, ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ, ഡബ്ബർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ. പ്രത്യാശ കൊണ്ട് എല്ലാവരുടെയും മനസ്സിനെ നിറയ്ക്കണമേ. പ്രത്യാശയുടെ മാതാവേ, കൃപയുടെ വിതരണക്കാരി, നിന്നോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ. അമ്മേ, ഞങ്ങൾക്ക് പ്രത്യാശ വേണം അമ്മേ. ലോകത്തിന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അമ്മേ. തിരുസഭയ്ക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അമ്മേ. ചിന്ന ഭിന്നതകൾ വർദ്ധിക്കുന്നു അമ്മേ. സഭയിൽ ഭിന്നിപ്പ് വർദ്ധിക്കുന്നു അമ്മേ. കുറവുകളോട് ഞങ്ങൾ അല്ലാതെ വിഷമിക്കുന്നു അമ്മേ. തിന്മകൾ ഞങ്ങളെ വേട്ടയാടുന്നു അമ്മേ. അമ്മേ, പ്രത്യാശ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അമ്മേ. സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യാശ കൈവിടലേ മകനേ, പ്രത്യാശ കൈവിടലേ, പ്രത്യാശ കൈവിടലേ മകനേ, പ്രത്യാശ കൈവിടലേ തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ പതറാതെ മുന്നേറുക തടവറ ഭേദിക്കും ദൈവമുണ്ടല്ലോ പതറാതെ മുന്നേറുക. പരിശുദ്ധാത്മാവേ, അമ്മയിൽ വന്ന് നിറഞ്ഞതുപോലെ ഞങ്ങളിതെല്ലാം വന്ന് നിറയാൻ ഞങ്ങളുടെ അടുത്തേക്ക് നീ വരണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദിവസം ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ അമ്മേ. അമ്മേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ പരിശുദ്ധാത്മാവായ ദൈവത്തെ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കണമേ അമ്മേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ. പരിശുദ്ധാത്മാവേ, 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 സിഖിയോൻ മാളികയിൽ വന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, സീതായി മാമലയിറങ്ങിയ പരിശുദ്ധാത്മാവേ, യേശയ്യായി എസ്കേലിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ജെറമിയായി വന്നിറങ്ങിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സിഖിയോൻ മാളികയിൽ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, സമറിയ ദേശത്തിറങ്ങിയ പരിശുദ്ധാത്മാവേ, കൊർന്നേലിയോസിന്റെ വീട്ടുമുറ്റത്തിറങ്ങിയ പരിശുദ്ധാത്മാവേ, അമ്മ മറിയത്തിന്റെ ഉദരത്തിലും ഹൃദയത്തിലും ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, പ്രസംഗിച്ചപ്പോൾ ഇറങ്ങിയ പരിശുദ്ധാത്മാവേ, ഈ ദിവസങ്ങളിൽ വചന കൂടാരത്തിൽ വന്ന് നിറയുക പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഇത് കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുത്തായി
Touch Ruha.